ഡൽഹി മദ്യനയ രൂപീകരണത്തിലും നടപ്പാക്കലിലും ആനുകൂല്യം ലഭിക്കുന്നതിനായി ആം ആദ്മി പാർട്ടി നേതാക്കളായ അരവിന്ദ് കെജ്രിവാളുമായും മനീഷ് സിസോദിയുമായും കവിത ഗൂഢാലോചന നടത്തിയതായും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ ആനുകൂല്യങ്ങൾക്ക് പകരമായി ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് 100 കോടി രൂപ അവർ നൽകിയിരുന്നു, ഇ ഡി പറഞ്ഞു. നിലവിൽ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് കവിത. മൂന്നാമത്തെ കാരണമായി പറയുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള 9 സമൻസുകൾ അവഗണിച്ചു. കേന്ദ്ര സർക്കാരിന്റെയും ഭരണകക്ഷിയായ BJPയുടെയും താൽപര്യത്തിന് വഴങ്ങി പ്രവർത്തിച്ചുവെന്ന ഇ ഡിക്കെതിരെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചുവെങ്കിലും കെജ്രിവാളിനെതിരെ ശക്തമായ തെളിവുകൾ ഇ ഡിയുടെ പക്കൽ ഉണ്ടെന്നാണ് സൂചന. ഇ ഡിയുടെ മുന്നിൽ ഹാജരാകാനുള്ള സമൻസ് നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നായിരുന്നു കെജ്രിവാളിന്റെ ആരോപണം. വീഡിയോ കോൺഫറൻസ് വഴി ചോദ്യം ചെയ്യാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ഏത് നിലയിലാണ് തന്നെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതെന്ന കാര്യത്തിലും അദ്ദേഹം ഇ ഡിയോട് വിശദീകരണം തേടി. AAPയുടെ ദേശീയ കൺവീനർ എന്ന നിലയിലല്ല, വ്യക്തിപരമായാണ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്ന് ഇ ഡി ഡൽഹി ഹൈക്കോടതിയെ വ്യാഴാഴ്ച അറിയിച്ചിരുന്നു. നാലാമത്തെ കാരണമായി പറയുന്നത് കെജ്രിവാളിനെതിരെയുള്ള തെളിവുകളാണ്. സൗത്ത് ഗ്രൂപ്പ് വ്യവസായിയുമായുള്ള ഫേസ് ടൈം സംഭാഷണത്തിനിടെ വിജയ് നായരെ മൈ ബോയ് എന്ന് കെജ്രിവാൾ വിളിച്ചിരുന്നുവെന്ന് നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇ ഡി വ്യക്തമാക്കിയിരുന്നു. AAPയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ മുൻ മേധാവിയായിരുന്ന വിജയ് നായർ സൗത്ത് ഗ്രൂപ്പുമായി തുടക്കം മുതൽ ബന്ധം സ്ഥാപിക്കുകയും പണം കൈക്കൂലിയായി നൽകുകയും ചെയ്തിരുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കൈക്കൂലി നൽകിയതായി ആരോപിക്കപ്പെടുന്നവർക്ക് പ്രത്യുപകാരമായാണ് മദ്യനയം നടപ്പിലാക്കിയതെന്ന ആരോപണവും ഉന്നയിക്കപ്പെട്ടു. കവിതയ്ക്കും സൗത്ത് ഗ്രൂപ്പിനും അനുകൂലമായി മദ്യനയത്തിൽ സ്വാധീനം ചെലുത്താൻ 100 കോടി രൂപ ആവശ്യപ്പെട്ടതായും ഗ്രൂപ്പിലെ വ്യവസായികളുമായി ചർച്ച നടത്താൻ വിജയ് നായർ സൗകര്യമൊരുക്കിയതായും സൗത്ത് ഗ്രൂപ്പിലെ വ്യവസായിയായ ശരത് റെഡ്ഡി ഇ ഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. കെജ്രിവാളിന്റെ ഫേസ് ടൈം സംഭാഷണത്തെക്കുറിച്ചും വിജയ് നായരുമായുള്ള ബന്ധത്തെക്കുറിച്ചും അറിയുന്നതിനാണ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നതിനായി ഇ ഡി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഡൽഹി മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ 2021 മാർച്ചിൽ MP മകുന്ദ ശ്രീനിവാസുലു റെഡ്ഡിയെ കെജ്രിവാൾ കണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും ഇ ഡി ആവശ്യപ്പെടുന്നു. കൈക്കൂലി തുക നൽകിയതിനും വെളുപ്പിച്ചതിനും കവിതയുടെ വസതിയിൽ റെയ്ഡ് നടത്തിയതിനു ശേഷം ഇ ഡിക്ക് തെളിവ് ലഭിച്ചിരുന്നു. എന്നാൽ ഉത്തരം നൽകാതെ കെജ്രിവാൾ ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്നും അതിനാൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.